ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി തമിഴ്നാട്ടിൽ തരംഗമായി മാറുന്നത്. തമിഴ്നാട്ടിൽ ഒരു CBI ഡയറിക്കുറിപ്പ് വൻ ഹിറ്റായി മാറി. തമിഴ് സൂപ്പർ താരങ്ങളെ അമ്പരപ്പിച്ച ഹിറ്റ്. അതിനുശേഷം ഇറങ്ങിയ അയ്യർ ദി ഗ്രേറ്റ് എന്ന ചിത്രം മലയാളത്തിൽ പരാജയപ്പെട്ടു, തമിഴിൽ വമ്പൻ ഹിറ്റ്. അതോടുകൂടി മമ്മൂട്ടിക്ക് തമിഴിൽ പൊന്നിൻ വിലയായി മാറി. മൗനം സമ്മതമാണ് മമ്മൂട്ടിയുടെ ആദ്യത്തെ തമിഴ് ചിത്രം. K. മധു ആയിരുന്നു സംവിധായകൻ. ആ ചിത്രം പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും അതിലെ കല്യാണ തേൻനില എന്ന ഗാനം വളരെ ശ്രദ്ധേയമായി മാറി. രണ്ടാമതായി മമ്മൂട്ടി അഭിനയിച്ച ചിത്രം K. ബാലചന്ദ്രന്റെ അഴകനാണ്. അഴകൻ വലിയൊരു ഫ്ലോപ്പ് ചിത്രമായി മാറി. അതിനുശേഷം മമ്മൂട്ടി തമിഴകത്തെത്തിയത് മക്കളാച്ചി എന്ന ചിത്രത്തിലൂടെയാണ്. മക്കളാച്ചി RK സെൽവമണി, അന്നത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ RK സെൽവമണി സംവിധാനം ചെയ്ത ചിത്രമാണ്. ആ ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം മമ്മൂട്ടി ചിത്രങ്ങൾക്ക് തമിഴ്നാട്ടിൽ മാർക്കറ്റുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കൊടും കാറ്റായി മമ്മൂട്ടി ആഞ്ഞടിക്കുന്നു. മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് എന്ന ചിത്രം തമിഴകം കീഴടക്കി. തമിഴകത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ കാർത്തിക് സുബ്രായൻ ഈ ചിത്രം കണ്ടിട്ട് പറഞ്ഞത് ഇതൊരു ക്ലാസ് ചിത്രവും മാസ് ചിത്രവും ആണെന്നാണ്. കാർത്തിക് സുബ്രായനെ പോലെയുള്ള ഒരു ഡയറക്ടറാണ് അത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മമ്മൂട്ടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത്. ചെന്നൈയിൽ മരീന മാൾ, എയറോ ഹബ്, BR ചെന്നൈ, ലൂക്സ്, ഫിനിക്സ് മാർക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ മമ്മൂട്ടി ചിത്രം കളിക്കുന്നുണ്ട്. നല്ല തിരക്കുമുണ്ട്. ഗൗതം മേനോന് തമിഴ്നാട്ടിലൊരു മാർക്കറ്റുണ്ട്, മമ്മൂട്ടിക്കും മാർക്കറ്റുണ്ട്. ഗൗതം മേനോന്റെ സിനിമകൾ തമിഴർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗൗതം മേനോൻ മമ്മൂട്ടിയെ വെച്ച് എന്ത് അത്ഭുതം കാണിക്കുന്നു എന്ന് കാണാൻ എന്ന ആവേശത്തിൽ, എന്ന പ്രതീക്ഷയിൽ, എന്ന ചിന്തയിൽ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് കാണാനെത്തിയ തമിഴർ മമ്മൂട്ടിയുടെ പ്രകടനത്തെ കയ്യടികളോടെ സ്വീകരിക്കുന്നു. തമിഴ്നാട്ടിലും മമ്മൂട്ടി ഒരു തരംഗമായി വീണ്ടും മാറും. ഒന്ന് ആലോചിച്ച് നോക്കണം. സുന്ദർ സി സംവിധാനം ചെയ്ത മതഗത രാജ എന്ന ചിത്രത്തോടൊപ്പവും ജയൻ രവിയുടെ കാതലുക്ക് നേരമില്ലേ എന്ന ചിത്രത്തോടൊപ്പവുമാണ് ഈ ഡൊമിനിക് അവിടെ റിലീസ് ചെയ്തത്, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ്. പക്ഷേ ഈ രണ്ട് ചിത്രങ്ങൾക്കും വെല്ലുവിളിയായി മമ്മൂട്ടി ചിത്രം മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രധാന നഗരങ്ങളിൽ, അതായത് കോയമ്പത്തൂർ അടക്കമുള്ള നഗരങ്ങളിലെല്ലാം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് പ്രദർശിപ്പിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം ഈ ചിത്രത്തിന് പോസിറ്റീവായ അഭിപ്രായം വരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ ചിത്രമായി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് മാറും എന്ന സൂചനകളും ലഭിക്കുന്നു. 2 ദിവസം പിന്നിട്ടപ്പോൾ, ചിത്രം ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ്. പക്ഷേ 2 ദിവസത്തെ പ്രദർശനം കഴിഞ്ഞപ്പോൾ ഈ ചിത്രം നേടിയെടുത്തത് 11 കോടി രൂപയാണ്. 11 കോടി ഷെയറാണ് ആഗോളതലത്തിൽ നേടിയെടുത്തത്. തമിഴിൽ നിന്ന് തെലുങ്കിലേക്ക് ചിത്രം റിലീസിന് ഒരുങ്ങിയാണ്. തെലുങ്കിലും മമ്മൂട്ടിക്ക് നല്ല മാർക്കറ്റുണ്ട്. യാത്ര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ തെലുങ്കവും മമ്മൂട്ടി കീഴടക്കി. എന്തായാലും 73-ാം വയസ്സിൽ തമിഴരെ അത്ഭുതപ്പെടുത്തുകയാണ് മമ്മൂട്ടി എന്ന മെഗാതാരം. ഗൗതം മേനോൻ എന്ന ഡയറക്ടറെ തമിഴർക്ക് ഏറെ ഇഷ്ടമാണ്. അദ്ദേഹം മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ തമിഴർ അത് കൗതുകത്തോടെ കാണാൻ കയറും എന്നുള്ളതും ഉറപ്പായിരുന്നു. എന്തായാലും കേരളവും കീഴടക്കി, തമിഴ്നാടും കീഴടക്കി മമ്മൂട്ടിയുടെ ഡൊമിനിക് കുതിക്കുകയാണ്. 73-ാം വയസ്സിലും കേരളത്തിൻ്റെ മെഗാസ്റ്റാർ താൻ ഒരു മെഗാസ്റ്റാർ തന്നെ എന്ന് തെളിയിച്ചിരിക്കുന്നു.